കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേര സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാട്ടുപാടി നമുക്ക് ആരംഭിക്കാം. അതിനുശേഷം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയ അങ്കിൾ നമ്മുടെ മധ്യമുണ്ടല്ലോ, അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. പതിവായിട്ട് വരുന്ന കുറച്ച് പേര് അത്യാവശ്യം ചില കാര്യങ്ങളാൽ വരാൻ സാധിച്ചിട്ടില്ല, എങ്കിലും കുറച്ചുകൂടെ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാട്ട് പാടുമ്പോഴത്തേക്ക് അവരെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ വൈകുന്നേരം സമയത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവേ, TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ അങ്ങ് തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എത്രയും പേരെയും അവിടെ നിന്ന് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും വരാൻ വേണ്ടി വഴിയാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി ക്ഷേമത്തോടുകൂടെ അവരെ കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാട്ടുപാടി അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. അതിനുശേഷം അവിടുത്തെ ദാസിനെ ഞങ്ങളുടെ മധ്യേ കൊണ്ടുവന്നിരിക്കയാൽ സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനം വിളമ്പിത്തരുവാൻ ആവശ്യമായ ജ്ഞാനവും കൃപയും അങ്ങ് നൽകി സഹായിക്കണമേ. കേൾവിക്കാരായ ഞങ്ങളും പിന്നത്തേതിൽ യൂട്യൂബിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന അനേകർക്ക് ആത്മീയ അഭിവൃദ്ധി ഉളവാകുന്ന നിലയിൽ വചനത്തെ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ. ആമേൻ. തുടർന്നുള്ള ഗാന ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവരുകളെ ക്ഷണിച്ചുള്ളൂ. മരിച്ചവനേ, എൻ്റെ പാപമകറ്റിയോനേ, ക്രൂശി മരിച്ചവനേ, എൻ്റെ പാപമകറ്റിയോനേ, ജീവനും തന്നു നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ജീവനും തന്നു നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടുന്നേ, ക്രൂശിൽ മരിച്ചവനേ. വസിച്ചവൻ നീ, സർവസൃഷ്ടിൻ നാഥനും നീ, സ്വർഗേ വസിച്ചവൻ നീ, സർവസൃഷ്ടിൻ നാഥനും നീ, മർത്യനായി പാരിൽ വന്നു എത്രയതിശയമേ, മർത്യനായി പാരിൽ വന്നു എത്രയതിശയമേ, ക്രൂശി മരിച്ചവനേ.
ദൈവഭക്തരെ ചേർത്തിടുവാൻ വീണ്ടും വരുന്നവൻ നീ. ദൈവഭക്തരെ ചേർത്തിടുവാൻ നിത്യകാലം നിന്റെ കൂടെ വസിപ്പതും എത്ര മനോഹരമേ. നിത്യകാലം നിന്റെ കൂടെ വസിപ്പതും എത്ര മനോഹരമേ. ക്രൂശിൽ മരിച്ചവനേ, എന്റെ പാപമകറ്റിയോനേ. ക്രൂശിൽ മരിച്ചവനേ, എന്റെ പാപമകറ്റിയോനേ. ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിടുന്നേ. ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിടുന്നേ. ക്രൂശിൽ മരിച്ചവനേ. അനുഗ്രഹിക്കപ്പെട്ട 2-3 പാട്ടുകൾ നമുക്ക് ഒന്നിച്ച് പാടാനും കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മെ ചേർക്കാൻ വീണ്ടും വരുന്നു. ആ പ്രതീക്ഷയും പ്രത്യാശയുമാണല്ലോ ദൈവമക്കളായി നമുക്കുള്ളത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. തുടർന്ന് 40 മിനിറ്റ് സമയം കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരമാണല്ലോ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിൻ്റെ ദാസൻ പ്രിയ തോമസ് എബ്രഹാം അറ്റ്ലാന്റ ചായ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്നുള്ള സമയം വചനം ശ്രദ്ധിക്കാം. അതിനായിട്ട് പ്രിയാങ്കളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെയുള്ള ദൈവവചനത്തോട് ചേർന്ന് കർത്താവിൻ്റെ വചനം ഘോഷിക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അവസരം ലഭ്യമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആത്മീക ചിന്തയ്ക്കായിട്ട് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 19-ാം വാക്യം. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യം കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഈ വാക്യത്തെ പലതരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അനേക ആളുകൾ അത് ദൈവവചനത്തിന് വിരോധമായ നിലയിൽ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലത് പൊരുൾ തിരിച്ച് പഠിക്കണം. അപ്പോൾ മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ അവന് തേരിലിരുന്ന് യെശയ്യാ പ്രവചനം വായിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഷണ്ണൻ വായിച്ച കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിച്ചിരുന്നില്ല. ഫിലിപ്പോസ് ഓടി രഥത്തോട് ചേർന്ന് ഓടിച്ചെന്നവനോട് ചോദിച്ചു, നീ വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നവോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 8:31 ഈ കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ പൊരുൾ അഥവാ അതിൻ്റെ അർത്ഥം, അതിൻ്റെ സത്യം, അതിലെ വിഷയം അത്
നിഴലുകളായിട്ട് തന്നിട്ടുള്ളവയുടെ പൊരുൾ നാം മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഇവിടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അത് പത്രോസിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ചില ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. പത്രോസാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് വാക്യത്തെ തെറ്റായ നിലയിൽ കോട്ട് ചെയ്ത് പഠിപ്പിക്കുന്നവരുണ്ട്. നീ പത്രോസാകുന്നു, അല്ലാതെ പത്രോസേ നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. ബർയോന ശിമോൻ എന്നായിരുന്നു പത്രോസിൻ്റെ പേര്. ശിമോൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മണൽ എന്നാണ്. ആ മണൽ എന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്ന ആ പേരാണ് ശിമോൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ കേവലം മണലല്ല, നീ കട്ടിയുള്ള പാറ കഷണമാണ്, നീ പത്രോസാകുന്നു. ഗ്രീക്ക് വാക്ക് നീ പെട്രോസ് ആകുന്നു എന്നാണ്. പെട്രോസ് എന്ന് പറഞ്ഞാൽ പാറ കഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. നീ പെട്രോസാകുന്നു, നീ മണലല്ല, നീ ഉറപ്പുള്ളവനാണ്. ഈ പാറമേൽ, ഈ പാറ കഷണത്തിലല്ല, ഈ പാറമേൽ, ഈ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. പെട്രോസിലല്ല പണിയുന്നത്, പെട്രാമേലാണ്. പെട്ര എന്ന് പറഞ്ഞാൽ വലിയ പാറ. ആ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പെട്രാമേൽ എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് തൻ്റെ ശരീരത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കർത്താവ് ദേവാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ പണിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വെച്ച് അവരോട് പറഞ്ഞു, ഈ യഹൂദന്മാരും അവനോട് ചുറ്റുമുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ. ഈ മന്ദിരം എന്ന് അവൻ പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. അതുപോലെയാണ് ഇവിടെ പത്രോസിനോട് പറഞ്ഞത്, ഈ പെട്രാമേൽ, ഈ മഹാപാറയിൽ അഥവാ തന്നിൽ തന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിനെ തെറ്റായ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നതുപോലെയാണ് ഇവിടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സ്വർഗരാജ്യം, എന്താണതിൻ്റെ താക്കോൽ എന്ന് നാം മനസ്സിലാക്കണം. എങ്കിലേ അതിൻ്റെ പൊരുൾ, അർത്ഥമെന്താണ്, സത്യമെന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നല്ല പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഈ പുതിയ നിയമത്തിൽ കാണുന്ന സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും ഉള്ള വാക്കുകൾ അതെന്താണ്, അതിൻ്റെ അർത്ഥമെന്താണ് എന്ന് നാം ഗ്രഹിക്കണം. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് സ്വർഗരാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആകെ 36 പ്രാവശ്യം മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ദൈവരാജ്യം എന്നുള്ള വാക്കും മത്തായി സുവിശേഷത്തിൽ 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വർഗരാജ്യവും ദൈവരാജ്യവും വ്യത്യസ്തപ്പെട്ടതാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഗ്രഹിക്കാം. എന്നാൽ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് മത്തായി സുവിശേഷം ഒഴികെ മറ്റൊരു പുസ്തകങ്ങളിലും, അല്ലെങ്കിൽ ബാക്കി വരുന്ന 27 പുസ്തകങ്ങളിൽ മറ്റെങ്ങും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ദൈവരാജ്യം എന്നുള്ള വാക്ക് അത് നാം നോക്കുമ്പോൾ
മത്തായി സുവിശേഷത്തിൽ 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തോല പ്രവൃത്തി, റോമാലേഖനം, 1 കോരിന്ത്യർ, ഗലാത്യലേഖനം, കൊലോസ്യലേഖനം, 2 തെസ്സലോനിക്കർ എന്നിങ്ങനെ 10 പുസ്തകങ്ങളിലായിട്ട് ആകെ 68 പ്രാവശ്യം ദൈവരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മിക്കവാറും പുതിയ നിയമം മുഴുവനും എല്ലാ പുസ്തകങ്ങളും കവർ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അപ്പോൾ സ്വർഗരാജ്യമെന്നത് ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. ഇതിനെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ധാരാളമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനേക ഉപമകൾ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗരാജ്യം അതെങ്ങനെ എന്നുള്ള കാര്യം താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയിലിരിക്കുകയാണ്. അവിടെ വെച്ച് താൻ സ്വർഗാരോഹണം ചെയ്യുവാൻ പോകുകയാണ് അവരുടെ മധ്യേ നിന്ന്. അല്പസമയം കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ശിഷ്യന്മാരവനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവിടെ കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. നീ ഈ കാലത്തോ സ്വർഗരാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നാണ് അവർ ചോദിച്ചതിൻ്റെ സാരം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളതറിയേണ്ട. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യം അതെപ്പോഴാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ അറിയണ്ട എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്താണ് അറിയേണ്ടത്? നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചല്ല അറിയേണ്ടത്, പിന്നെന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നവരോട് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരുടെ മധ്യേ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് അവരോട് പറഞ്ഞതാണ്. ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ വളരെ കാര്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, നീ ഈ കാലത്തോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്, അഥവാ കർത്താവ് അതുവരെയും അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന അനേക ഉപമകളിൽ കൂടി അവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ സ്വർഗരാജ്യം നീ ഇപ്പോഴാണോ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് ശിഷ്യന്മാർ. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അവർ ചോദിച്ച ചോദ്യമാണ്. അവരോട് പറഞ്ഞത്, നിങ്ങളതറിയണ്ട, അതല്ല നിങ്ങൾ അറിയേണ്ടത്. പിന്നെയോ നിങ്ങളറിയേണ്ടത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് നിങ്ങൾ പറയേണ്ടത്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം, യെരുശലേം മുതൽ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളത് പറയണം എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് 2 രാജ്യങ്ങൾ സ്ഥാപിക്കുവാനായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഒന്നാമത്, ദൈവം ദാവീദിന് ഒരു ശാശ്വതമായ രാജ്യം നൽകും എന്ന് അവൻ്റെ സന്തതിക്ക്, ദാവീദിൻ്റെ സന്തതിക്ക് ഒരു ശാശ്വത രാജ്യവും ഒരു ശാശ്വതമായ സിംഹാസനവും നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 11ഉം 14ഉം വാക്യങ്ങളിൽ അത് കാണാം. അതാണ് സ്വർഗരാജ്യം. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ
എന്ന് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ അതുണ്ട്. ആ സ്വർഗരാജ്യം, സ്വർഗത്തിലെ പോലെ ഇഷ്ടം നടക്കുന്ന ആ രാജ്യം ഭൂമിയിലും വരയണമേ എന്നാണ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്. ഈ കാര്യം പ്രവചനപരമായിട്ട് മുൻകൂട്ടി പല ഭാഗങ്ങളിലും തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ തന്നെ, സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. 2-ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങളിൽ. ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജത്വം ഈ ലോകരാജാക്കന്മാരുടെ കാലത്ത് അതിൻ്റെ അന്ത്യത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് ദാനിയേലിനോട് ദൈവം അറിയിച്ചിട്ടുണ്ട്. ദാനിയേൽ 2:44, 7:14, യെശയ്യാവ് 11 എന്നീ ഭാഗങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറഞ്ഞ കാര്യം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഇതാണ് ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്താണോ രാജ്യമതാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞത്, ഇത് നിങ്ങളിപ്പോൾ അറിയണ്ട. ഇത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ഹിതത്തിനും ഒത്തവണ്ണം അവന് കാലങ്ങളെയും സമയങ്ങളെയും അവന് അത് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങളറിയണ്ട എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം ചെയ്തു. അത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്ത നിവർത്തിയാണ്. അതാണ് ദൈവരാജ്യം. അതായത് ദൈവരാജ്യം ഇസ്രായേലിന് മാത്രമുള്ളതല്ല. ദൈവരാജ്യം സകല ജാതികളിൽ നിന്നും അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന പുതിയ നിയമവിശ്വാസികൾ അടങ്ങുന്ന ദൈവസഭയ്ക്കാണ് ദൈവരാജ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് ആത്മീകമാണ്. അത് ഭക്ഷണവും പാനീയവുമല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്നാണ് നാം റോമാലേഖനം 14:17 വായിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യമാകട്ടെ അത് ഭൗമികമാണ്. അത് ഭക്ഷണമാണ്, പാനീയമാണ്, ജീവിത സമൃദ്ധിയാണ്, എല്ലാ ഭൗമിക ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് സ്വർഗരാജ്യമെന്ന് പറയുന്നത്. എന്നാൽ ദൈവരാജ്യമാകട്ടെ അത് ആത്മീയമാണ്. അത് ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതാണ് തങ്ങളിലുള്ള വ്യത്യാസം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ ആദ്യം പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു. മത്തായി 4:17 കാണാം. ഇതിനു മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടും ഏലിയാവിൻ്റെ ശക്തിയോടും കൂടി അവൻ വന്നിട്ട് അവനും പ്രസംഗിച്ചു തുടങ്ങിയതെന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യമായ ഫലം കായ്പീൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ എന്നാണ്. അങ്ങനെ ഫലം കായ്ച്ചില്ലെങ്കിലോ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്തതൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. മത്തായി 3:10. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം, അഥവാ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം ഭാവിയിലും മഹാപീഡനകാലത്തിൻ്റെ പകുതിക്ക് വെച്ച് 3.5 വർഷം കഴിയുമ്പോൾ 144,000 പേരും അവർക്ക് മുന്നോടിയായി അവരോട് ചേർന്ന് മോശയും ഏലിയാവും വന്ന് ആ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവീൻ, അതിൻ്റെ ഫലം തരുവീൻ, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം പുറപ്പെടുവിക്കുവീൻ എന്ന് പ്രസംഗിക്കും ഭാവിയിലും. അത് കേൾക്കാത്തവർക്ക്
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്ന വെട്ടി തീയിലിട്ട് കളയുമെന്ന് പറഞ്ഞതുപോലെ അത് കേൾക്കാത്ത ആളുകളെ മഹാപീഡനകാലത്ത് പീഡനങ്ങളിലൂടെ അവരെ ശിക്ഷിക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. ഈ രണ്ടായിട്ട് അവരെ പറഞ്ഞയച്ചു, 70 പേരെ. അവരോടെന്താണ് പറഞ്ഞത്? നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെ, ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെ, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ജാതികളോട് പറയേണ്ട സുവിശേഷമല്ല, പിന്നെയോ ഇസ്രായേൽ ഗോത്രങ്ങളോട് പറയേണ്ട സുവിശേഷമാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ ജാതികളുടെ അടുക്കൽ ചെല്ലരുത്, നിങ്ങൾ ശമര്യയിലേക്ക് പോകരുത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ചെല്ലുവീൻ, അവരോട് പറയുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവീൻ. മത്തായി 10:5, 6, 7 വാക്യങ്ങൾ. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളവും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി 10:23. ഈ സുവിശേഷം ഏതാണ്? ഇത് ഇക്കാലത്ത് പറയുന്ന സുവിശേഷമല്ല. 3.5 വർഷക്കാലം കൊണ്ട് മഹാപീഡനത്തിൻ്റെ ആ പകുതിക്ക് വെച്ച് 7 വർഷത്തിൻ്റെ 3.5 വർഷം കഴിഞ്ഞുള്ള ആ പകുതി കാലത്ത് 3.5 വർഷം കൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം സഞ്ചരിച്ച് തീരാതെ വണ്ണം അത്ര വേഗത്തിൽ അവർ ആ 144,000 പേരും മോശയും ഏലിയാവോടും ചേർന്ന് നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ സുവിശേഷം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അത് ഈ കാലത്ത് പറയുന്ന കൃപയുടെ സുവിശേഷമല്ല, പിന്നെയോ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മഹാപീഡനകാലത്തിൻ്റെ ഒടുവിൽ അന്ന് പറയപ്പെടുന്ന സുവിശേഷമാണ്. ക്രിസ്തു ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. അതിലേക്ക് പ്രവേശിക്കുവാൻ മാനസാന്തരപ്പെടുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നാണ് ഈ സുവിശേഷം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു. എന്താണത്? 1, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 2, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 3, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. 4, ന്യായപ്രമാണത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കും. പക്ഷേ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അവയെ അഥവാ ന്യായപ്രമാണത്തെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:18-19 വാക്യങ്ങൾ. ഇങ്ങനെ ന്യായപ്രമാണം ആചരിച്ച് പ്രവൃത്തിയിൽ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കവിഞ്ഞ നീതിയിൽ ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ. അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് അതിന് നീതിയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അവരോടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു,
ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെ ഞാൻ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. തടവിലായിരുന്നു, നിങ്ങൾ വന്നു കണ്ടു. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്. താക്കോലുകൾ എന്നുള്ളത് ഇങ്ങനെയുള്ള നീതി പ്രവർത്തികൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം കുറച്ച് ദിവസമേ പ്രസംഗിച്ചുള്ളൂ കർത്താവും ശിഷ്യന്മാരും. യോഹന്നാൻ തടവിലായി. യോഹന്നാൻ തടവിലാകുന്നത് വരെ മാത്രമാണ് കർത്താവും ശിഷ്യന്മാരും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചത്. കാരണം എന്താണ്? ന്യായപ്രമാണം യോഹന്നാൻ വരെ മാത്രമേ ഉള്ളൂ. യോഹന്നാൻ തടവിലായപ്പോൾ ന്യായപ്രമാണം അവിടെ അവസാനിച്ചു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ. മത്തായി 11:13 നാം വായിക്കുന്നു. അപ്പോൾ യോഹന്നാൻ തടവിലായപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന് യെരുശലേം വിട്ടിട്ട്, യഹൂദ്യാദേശം വിട്ടിട്ട് അവൻ ഗലീല പ്രദേശത്തേക്ക് പോവുകയും കഫർനഹൂം കേന്ദ്രമാക്കിക്കൊണ്ട് അന്ന് മുതൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം ആരംഭിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ കാലം തികഞ്ഞപ്പോൾ അവൻ തടവിൽ ആയെന്ന് കേട്ടപ്പോൾ കർത്താവ് യഹൂദ്യ ദേശം വിട്ടുപോയി. ന്യായപ്രമാണത്തിൻ്റെ കാലം, പ്രവാചകന്മാരുടെ കാലം അവിടെ അവസാനിച്ചു. അന്നു മുതൽ കർത്താവ് പ്രസംഗിച്ചത് എന്താണ്? സ്വർഗരാജ്യമല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രസംഗമാണ് പ്രസംഗിച്ചത്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം. മർക്കോസ് 1:14-15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതാണ്. എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം എന്തായിരുന്നു? കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുവീൻ. അത്രയുമേ ഉള്ളൂ. മാനസാന്തരപ്പെടണം. അവർക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം അതല്ല. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ദൈവരാജ്യവും സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താണ്? ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള വ്യത്യാസം, കാലത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 7 വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ദൈവരാജ്യം അതിൻ്റെ ശക്തിയോടെ വരുന്ന അനുഭവം അത് 3 ശിഷ്യന്മാർക്ക് മറുരൂപമലയിൽ വെച്ച് കർത്താവ് കാണിച്ചു കൊടുത്തു. ദൈവരാജ്യം എങ്ങനെയാണ് ശക്തിയോടെ വരുന്നത് എന്ന്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നത് കാണുവോളവും മരണമാസ്വദിക്കാത്തവർ നീ നിൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. അത് ദൈവരാജ്യം ശക്തിയോടെ എങ്ങനെയാണ് വരുന്നതെന്ന് പത്രോസും യോഹന്നാനും യാക്കോബും മറുരൂപമലയിൽ വെച്ച് കണ്ടു. അവിടെ മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് അവിടെ തേജസ്കരിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. അവിടെ അങ്ങനെ ഇരിക്കുന്നത് നല്ലതെന്ന് അവർക്ക് തോന്നി. അതാണ് സ്വർഗീയ അനുഭവം. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷത. അതാണ് അവരെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷത അവരെ കാണിച്ചു.
ആ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷത എപ്പോഴാണ് ഉണ്ടാകുന്നത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോഴാണ്. അന്ന് മുതൽ പിന്നെ 7 വർഷം കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ ആ കാലവും വന്നുചേരും. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് സ്വർഗരാജ്യമെന്ന് കർത്താവ് പഠിപ്പിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് പുതിയ ഭൂമിയും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമായിരിക്കും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിലൊന്നായി തീരുന്ന ആ കാലഘട്ടത്തെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണിക്കുന്നത്. അത് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമാണ്. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്നു, അതിനെ കാണിക്കുന്നതാണ്. എന്നാൽ ദൈവരാജ്യമാകട്ടെ അത് ഉയരത്തിൽ, ദൈവസിംഹാസനം എവിടെയോ അവിടെയാണ് ദൈവരാജ്യം. അവിടേക്കാണ് വിശുദ്ധന്മാരായ പുതിയ നിയമ വിശുദ്ധന്മാർക്കായിട്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം. അവൻ ഇരിക്കുന്ന ഇടത്ത് നാം അവനോടുകൂടെ ആയിരിക്കും. പിന്നെ നാം അവനെ പിരിയുകയില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് കാത്തിരിക്കുകയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ ദൈവരാജ്യമെന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗരാജ്യമെന്ന് പറയുന്നതോ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കി തീർക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. അപ്പോൾ ഈ 2 സുവിശേഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഇത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവരെയാണ് സഹസ്രാബ്ദത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ ഭൂമിയിലേക്ക്, ഈ സ്വർഗരാജ്യത്തിലേക്ക്, ദൈവം ഭൂമിയിൽ സ്ഥാപിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് സുവിശേഷം. നാം വായിക്കുന്ന ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിക്കണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് പൗൽസ പറഞ്ഞു 2 തീമോഥെയോസ് 2:8-9 വാക്യങ്ങളിൽ. അതിനെ കൃപയുടെ സുവിശേഷം എന്നും നാം വായിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വീണ്ടും ജനനം ആവശ്യമില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വീണ്ടും ജനനം ആവശ്യമാണ്. കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നവനോട് പറഞ്ഞു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താൽ എന്ന് പറയുന്നത് ദൈവവചനത്താലാകുന്നു. ആത്മാവിനാൽ എന്നുള്ളത് ദൈവാത്മാവിനാലാണ്. പൗലോസിൻ്റെ പ്രസംഗം എന്തായിരുന്നു? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് എഫേസോസിൽ നിന്നും വിളിച്ചു വരുത്തിയ മൂപ്പന്മാരോട് മിലേത്തോസിൽ വെച്ച് പൗലോസ് പറഞ്ഞത്. അതായത് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസവും, അതാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു. മത്തായി സുവിശേഷത്തിലാണ് അത് പറയുന്നത്. അവിടെ 5 പ്രാവശ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. മത്തായി 12:28 ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ദൈവരാജ്യം
വന്നെത്തിയെങ്കിലും അവരത് സ്വീകരിച്ചില്ല. വീട് പണിയുന്ന നിങ്ങൾ അതിൻ്റെ മൂലക്കല്ലായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അഥവാ ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ വന്നിട്ടും നിങ്ങളതിനെ ഉപേക്ഷിച്ചതുകൊണ്ട് അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു. മത്തായി 21:43. ദൈവരാജ്യം അങ്ങനെ എന്താണെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നാൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് എപ്പോഴാണ് ശരിയായ നിലയിൽ പ്രസംഗിക്കേണ്ടത്? എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അത് സംഭവിച്ചതിന് ശേഷം ഉയരത്തിൽ നിന്ന് ശക്തി വരണം. ശക്തി ലഭിച്ചിട്ട് വേണം ആ സുവിശേഷം അറിയിക്കുവാൻ. അതുവരെ അത് പറയരുത്. അതുകൊണ്ടാണ് മറുരൂപമലയിൽ നിന്നും ഇറങ്ങി വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. അവൻ പറഞ്ഞതെന്താണ്? മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ ദർശനം ആരോടും പറയരുത് എന്നാണ് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത്. അതുപോലെ തന്നെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ വെച്ച് അവരോട് പറഞ്ഞത്, ഈ കാര്യം, ഞാൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ പറയരുത്, ആരോടും പറയരുത്. കാരണം എന്താണ്? അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷമേ അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയുള്ളൂ. അതുവരെ അത് പറയരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആ സുവിശേഷം അറിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സുവിശേഷം അറിയിക്കുവാൻ പാടുള്ളൂ. കാരണം സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഓരോ പാപിയെയും ഒരുക്കുന്നതും സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഇടയാക്കി തീർക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. യേശുവിനെ ദൈവപുത്രനെന്നും കർത്താവെന്നും ദൈവമെന്നും അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്നവനോട് ഇടപെട്ട് അവൻ്റെ ഹൃദയത്തോട് സംവാദിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ പോലും യേശുവിനെ, നസറേയനായ യേശുവിനെ, തച്ചൻ്റെ മകനെന്ന് വിളിച്ചിരുന്ന യഹൂദന്മാരാൽ വിളിക്കപ്പെട്ട നസറേയനായ യേശു, അവനെ ദൈവമായിട്ട്, ദൈവപുത്രനായിട്ട് അംഗീകരിക്കണമെങ്കിൽ, അവനെ കർത്താവെന്ന് ഏറ്റുപറയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും കഴിയുന്നതല്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 12:3. അവിടെ അപ്പോസ്തലൻ അത് പറയുകയാണ്. യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണമെങ്കിൽ, യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ, അവൻ ദൈവമാണെന്ന് അംഗീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഇല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ ദർശനം ആരോടും പറയരുത്. മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവൻ ദൈവപുത്രനാണെന്ന് ഉള്ള പ്രസംഗം നിങ്ങളാരെ ഇപ്പോൾ അറിയിക്കണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള വ്യത്യാസം? അത് നാം പറഞ്ഞു. സ്വർഗരാജ്യത്തിൽ കളയുമുണ്ട്, നല്ല വിത്തുമുണ്ട്. കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഉപമ വിതയ്ക്കുന്നവൻ്റെ ഉപമ. അത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണോ ദൈവരാജ്യത്തെക്കുറിച്ചാണോ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അത് രണ്ടിനും ഉപയോഗിക്കാം ആ ഉപമ. കാരണം അതിനകത്ത് സ്വർഗരാജ്യത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും മർമ്മമടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഉപമയിൽ അവിടെ പറഞ്ഞിട്ടില്ല ഇത് ദൈവരാജ്യത്തിൻ്റെ ഉപമയാണ് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണ് എന്നെടുത്ത് പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് അത് രണ്ടിനും ഉപയോഗിക്കാം കോമൺ ആയിട്ട്. എന്നാൽ ശേഷിക്കുന്ന 6 ഉപമകൾ, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ശേഷിക്കുന്ന 6 ഉപമകൾ അത് സ്വർഗരാജ്യത്തെക്കുറിച്ച് മാത്രമുള്ള ഉപമകളാണ്. അതുകൊണ്ട് ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ നാം അത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അതിനെ പറയുകയോ പഠിപ്പിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. 10 കന്യകമാരുടെ ഉപമ, രാജപുത്രൻ്റെ ഉപമ, ഇതൊക്കെ ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ഉപമകളല്ല. അതെല്ലാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ഉപമകളാണ്. അതുകൊണ്ട് 10 കന്യകമാരുടെ ഉപമ എടുത്ത് ദൈവസഭയ്ക്ക് ആപ്ലിക്കബിളായിട്ട് പറയരുത്, അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അനേക ഉപദേശ പിശകുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായം ആരംഭത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യം അറിയേണ്ട എന്നവരോട് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് പിന്നീട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷമാണ് പറഞ്ഞു തുടങ്ങുന്നത്. പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസ് 1-ാമത്തെ പ്രസംഗം ആരംഭിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുള്ള പ്രസംഗമാണ് തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തി ഉടനീളം അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് അതിൻ്റെ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഒടുവ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒടുവിൽ പൗലോസ് പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന കാര്യം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ അവൻ തൻ്റെ അടുക്കൽ വരുന്നവരോടും എല്ലാവരോടും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് യഥാർത്ഥത്തിൽ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഭവനമാണ്, സ്വർഗമാണ് ദൈവരാജ്യം. അവിടെയാണ് പുതിയ നിയമവിശ്വാസികൾ ഇരിക്കുന്നത്. അവിടേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളും കാര്യങ്ങളും എല്ലാം ദൈവം അബ്രഹാമിനോടും ദാവീദിനോടും വാഗ്ദത്തം ചെയ്ത അവരുടെ വാഗ്ദത്ത ഭൂമി അവർക്ക് ഈ ഭൂമിയിൽ തന്നെ നൽകുന്നതിനെ സംബന്ധിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ സഹസ്രാബ്ദവാഴ്ചയെ സംബന്ധിച്ചും പുതിയ ഭൂമിയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടാകുന്നു. കർത്താവ് പത്രോസിനോട് പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാണ്. അത് പത്രോസിന് മാത്രമല്ല കൊടുത്തത്, കർത്താവ് അത് മറ്റ് ശിഷ്യന്മാർക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തു. പക്ഷേ അത് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ അല്ല എന്ന് നാം ഓർത്തിരിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പാപങ്ങൾ മോചിക്കപ്പെടണം. പാപങ്ങൾ മോചിക്കുവാൻ പത്രോസിന് അധികാരമില്ല, ഭൂമിയിലൊരു മനുഷ്യനും അധികാരമില്ല. പാപങ്ങളെ മോചിക്കുവാൻ ഭൂമിയിൽ മനുഷ്യപുത്രന് മാത്രമേ അധികാരമുള്ളൂ. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് യഹൂദന്മാർ ചോദിച്ചത്. ശാസ്ത്രിമാർ പറഞ്ഞതാണ്. താൻ ദൈവമാണെന്ന് തെളിയിക്കും വിധമാണ് കർത്താവ് അവരോട് സംസാരിച്ചത്. മനുഷ്യപുത്രന് പാപങ്ങളെ ഭൂമിയിൽ മോചിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവമാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അത് തെളിയിക്കുവാൻ പക്ഷപാതക്കാരനോട് ആദ്യം പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു,
അവൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പൊതുവിൽ തെളിയിക്കുവാനായിട്ട് അവനോട് പറഞ്ഞു, നീ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന്. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ജനത്തിന് മനസ്സിലായി അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ ഇവിടെ കൊടുത്തത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ? നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത്. മത്തായി 16:19. ഇത് മനസ്സിലാക്കുവാൻ ഇതേ വാക്യം തന്നെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. അത് മത്തായി 18:18 അവിടെ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം മത്തായി 18:15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. അപ്പോഴേ അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. അവിടെ പറയുന്നത്, പത്രോസ് ചോദിക്കുന്നു, സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നു. കർത്താവ് പറഞ്ഞു, പോരാ, 70 വട്ടം ക്ഷമിക്കണം ഒരു ദിവസം. 70 എന്ന് പറഞ്ഞാൽ 7 × 70 490 പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കണം എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം, നീ സഹോദരനോട് എത്ര വട്ടം വേണമെങ്കിലും, അവനോട് എത്ര വട്ടം, അതിന് എണ്ണമില്ല, എത്ര വട്ടമായാലും ക്ഷമിക്കണം എന്നാണ്. ഈ ക്ഷമിക്കുക അല്ലെങ്കിൽ അഴിക്കുക, കെട്ടുക, ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ താക്കോൽ എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇതിനോട് ബന്ധത്തിൽ മറ്റൊരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 20:23 കാണുന്നുണ്ട്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നവോ, അവിടെ മോചിക്കുക എന്നുള്ളത് ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇഫ് യു ഫോർഗീവ് ദ സിൻസ് ഓഫ് എനി ഓർ ഇഫ് യു റെമിറ്റ് ദ സിൻസ് ഓഫ് എനി, ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നവോ, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നവോ, അത് ക്ഷമിക്കപ്പെടും, അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ കെട്ടപ്പെട്ടിരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആർക്ക് നിങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നവോ അത് ഇളവാകപ്പെടും, ആരോട് നിങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നവോ അത് ക്ഷമിക്കാതെയിരിക്കും. എവിടെ? സ്വർഗത്തിലും. ഒരുത്തൻ ദൈവത്തോട് പാപം ചെയ്താൽ മറ്റൊരുത്തന് അത് ക്ഷമിക്കുവാനോ മോചിക്കുവാനോ കഴിയുന്നതല്ല. എന്നാൽ 2 പേർ തമ്മിലുണ്ടാകുന്ന ആ പ്രശ്നത്തിന് പരിഹാരം അവർ 2 പേർ തമ്മിൽ തന്നെ അത് തീർക്കണം, അല്ലെങ്കിൽ അത് തീരുകയില്ല. അവരന്യോന്യം ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ അത് കെട്ടപ്പെട്ടതായിട്ട് തന്നെ ഇരിക്കും എന്നാണ് പറഞ്ഞത് കർത്താവ്. കർത്താവ് പറഞ്ഞു, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനെ നിന്റെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വച്ച് ഓർമ്മ വന്നാൽ, യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് നിനക്കത് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. എങ്കിൽ മാത്രമേ ദൈവം നിന്റെ വഴിപാട് സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നീ കെട്ടപ്പെട്ടവനാണ്. നീ കെട്ടിയിരിക്കുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിന്റെ വഴിപാട് സ്വീകരിക്കുകയില്ല. മത്തായി 18:18 വായിക്കുന്നത്, നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും എന്നാണ്, നിങ്ങൾ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കുമെന്നാണ്. അപ്പോൾ ഇത് പത്രോസിന് മാത്രം കൊടുത്ത താക്കോലല്ല, എല്ലാവർക്കും കൊടുത്തതാണ്. ആ താക്കോൽ ഇതാണ്, അന്യോന്യം ക്ഷമിക്കുക എന്നുള്ള താക്കോലാണ്. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ട് നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ
അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവന് ലഭിക്കും. രണ്ടുപേരെ ചേർന്ന് പ്രശ്നത്തിൻ്റെ ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാലെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ട് ഐക്യതയുണ്ടായാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവന് അത് ലഭിക്കും. അവരവിടെ വെച്ച് കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുണ്ടാക്കിയ പ്രശ്നം അത് ഞങ്ങൾ അന്യോന്യം ക്ഷമ ചോദിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതവന് ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ രണ്ടുപേര് കൂടിയിരുന്ന് ഏത് കാര്യം ചോദിച്ചാലും തരാമെന്നല്ല അതിൻ്റെ അർത്ഥം. രണ്ടുപേര് കൂടിയിരുന്ന് നല്ലൊരു കാർ വേണമെന്ന് യാചിച്ചാൽ ഉടനെ അത് കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. രണ്ടുപേര് കൂടിയിരുന്ന് അവർ തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അവർ ഒന്നിച്ച് യോജിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോടൊന്നിച്ച് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എവിടെയെല്ലാം 2-3 പേർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 സാക്ഷികൾ, 2 വിറ്റ്നസ് സാക്ഷികളെ കുറിച്ചാണത് പറയുന്നത്. സംഖ്യാപുസ്തകം 35:30 അത് പറയുന്നുണ്ട്. ഒരുത്തൻ്റെ മേൽ 2 സാക്ഷികളെ കൂടാതെ ഒരുത്തൻ്റെ മേൽ അന്യായം എടുക്കരുതെന്ന് ആവർത്തനം 17:6, ആവർത്തനം 19:15 മുതലായ ഭാഗത്തും അത് പറയുന്നുണ്ട്. ഏതിനും 2 സാക്ഷികൾ വേണം, 2-3 സാക്ഷികൾ. 1 തീമോഥെയോസ് 5:19 നാം വായിക്കുന്നത് 2-3 സാക്ഷികളെ കൂടാതെ ഒരു മൂപ്പൻ്റെ മേൽ ആ അന്യായം എടുക്കരുത് എന്നാണ്. അപ്പോൾ 2-3 പേർ എന്ന പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ എവിടെ പറയുന്നവോ അതിൻ്റെ അർത്ഥം അവർ സാക്ഷികളാണ്. പ്രശ്നപരിഹാരത്തിന് കൂടി വരുന്ന, പരിഹരിക്കുവാൻ കൂടി വരുന്ന സാക്ഷികളാണ്. അവരാണ് 2-3 പേർ എന്ന് പറയുന്നത്. അതായത് ആ 2-3 പേർ തമ്മിൽ കൂടി വന്ന് കാര്യങ്ങളെ പറഞ്ഞു തീർത്താൽ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്, അവരോട് ആ കാര്യം ക്ഷമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ 2-3 പേര് പ്രാർത്ഥനായോഗത്തിന് വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്നല്ല. 2-3 പേർ സഭായോഗം കൂടാൻ വരുമ്പോൾ ഞാൻ അതിൻ്റെ മധ്യേ ഉണ്ടെന്നല്ല. ആരാധനായോഗത്തിന് 2 പേര് വരുമ്പോൾ ഞാൻ അതിൻ്റെ മധ്യേ ഉണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി 2-3 സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ മധ്യേ അത് പറഞ്ഞു തീർക്കുമ്പോൾ നിങ്ങൾ ഐക്യമത്യപ്പെട്ടിട്ട് ആ നിങ്ങളെന്നോട് യാചിക്കുമ്പോൾ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും, നിങ്ങളോട് ക്ഷമിക്കും, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ സ്വർഗരാജ്യം ഇസ്രായേലിനുള്ളതും ദൈവരാജ്യം പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതുമാണെന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അനേക ദുരുപദേശത്തിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ് സ്വർഗരാജ്യം, അത് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. അതിൽ കളയുമുണ്ട്, നല്ല വിത്തുമുണ്ട്. അത് കൊയ്ത്തോളം ഒരുപോലെ വളർന്നു വരും. എന്നാൽ സഹസ്രാബ്ദ കാലത്തിൻ്റെ ഒടുവിൽ സഹസ്രാബ്ദ കാലത്തിൻ്റെ ആരംഭത്തിൽ, മഹാപീഡന കാലത്തിൻ്റെ ഒടുവിൽ ആ കൊയ്ത്ത് നടക്കും. ആ കൊയ്ത്ത് നടക്കുമ്പോൾ ആദ്യം ദൂതന്മാർ വന്ന് കളയെല്ലാം പറിച്ച് കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും. നല്ല വിത്ത് അത് ആ ഭണ്ഡാരത്തിലേക്ക് കൂട്ടിവെക്കും, അഥവാ സഹസ്രാബ്ദവാഴ്ചയിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. അതാണ് അത് പറയുന്നത്. ഈ വിഷയം സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നാം ഇന്ന് ചിന്തിച്ചതും പഠിച്ചതും
സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ്. അത് കർത്താവ് പഠിപ്പിച്ചത് സ്വർഗരാജ്യം ഇസ്രായേലിൻ്റെ അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യം പുതിയ നിയമവിശ്വാസികൾക്ക് ഉള്ള രാജ്യമായിട്ടുമാണ് പഠിപ്പിച്ചത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മനസ്സാന്തരപ്പെട്ടാൽ മതി, വീണ്ടും ജനനം ആവശ്യമില്ല. അത് നല്ല കാര്യങ്ങൾ ചെയ്ത് ന്യായപ്രമാണപ്രകാരം നീതി പ്രവർത്തിച്ച് ജീവിക്കുന്നവർക്ക് അവർക്ക് പ്രവേശിക്കാം. എന്നാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വീണ്ടും ജനനമുള്ളൂ. ആ വീണ്ടും ജനിച്ചവർ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെയും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അപ്പോൾ ഈ വ്യത്യാസം എന്താണെന്നും ഇതിൻ്റെ സത്യം എന്താണെന്നും നാം മനസ്സിലാക്കുകയും വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ പഠിക്കുകയും നമ്മെ സമീപിക്കുന്നവരെ അത് ഗ്രഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദുരുപദേശങ്ങളിൽ നിന്ന് ദൈവമക്കളെ, വിശ്വാസികളെ രക്ഷിപ്പാനും അവരെ സത്യമാർഗത്തിലേക്ക് നടത്തുവാനും വേണ്ടി ആണ്. അത് ദൈവാത്മാവ് നമ്മെ അക്കാര്യത്തിൽ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വരുന്ന നാളുകളിൽ ഈ സത്യങ്ങളെ മനസ്സിലാക്കി ഇത് കൂടുതൽ ഗ്രഹിച്ച് കർത്താവിനായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തിന് നാം സാക്ഷ്യം വഹിക്കുകയായിരുന്നല്ലോ. നാം ആരംഭത്തിൽ കേട്ടതുപോലെ പൊരുൾ തിരിച്ച് തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? ബൈബിളിലെ അനേക സത്യങ്ങളെക്കുറിച്ച് ശരിയല്ലാത്ത ധാരണ പുലർത്തിക്കൊണ്ട് നാം ചുറ്റുപാടും അനേക ദുരുപദേശ പ്രസ്ഥാനങ്ങളെ കാണുന്നു. എന്നാൽ കൃപയാൽ ഈ വക യാഥാർത്ഥ്യങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് തരുന്നു. ദൈവദാസന്മാരിലൂടെ നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കുവാനും സത്യമായ നിലയിൽ വചനത്തെ വ്യാഖ്യാനിക്കുവാനും ദൈവം അവസരങ്ങളെ തരുന്നല്ലോ. ആ നിലയിൽ ഇന്നും സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസവും അത് ഏത് കാലഘട്ടത്തിൽ ആർക്കുള്ളതാണെന്നൊക്കെ ഉള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. കൃപയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുക. ദൈവത്തെ സ്തുതിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ തോമസ് അബ്രഹാം അങ്കിൾ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 പുസ്തകങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ലഭ്യമായിട്ടുണ്ട്. അത് വിലയ്ക്ക് വാങ്ങി ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ചതിനായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്നും ഈ എളിയ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ ജെയിംസ് വർഗീസ് അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഈ സായനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വീണ്ടും കർത്താവെ തിരുസനിൽ കൂടി വരുവാനും നിൻ്റെ വചനം അഭ്യസിപ്പാനും ഒക്കെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ ആഴമായ കാര്യങ്ങളെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ കർത്താവെ ശിഷ്യരാക്കി നീ ഞങ്ങളെല്ലാം തീർത്തിരിക്കുന്നല്ലോ. അങ്ങനെ പഠിപ്പാനായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കുന്ന കർത്താവെ വളരെ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, ഞങ്ങളെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി അങ്ങ് തീർത്തിരിക്കുന്നു. സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവെ ദൈവരാജ്യത്തിൽ അംഗങ്ങളായിട്ട് തീർന്ന് നിത്യകാലം ദൈവത്തോടുകൂടെ ചെലവിടാനായിട്ട് ലഭ്യമാകുന്ന ആ വലിയ കർത്താവെ അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഞങ്ങളും കർത്താവെ ആ വരുവാനുള്ള വലിയ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് അങ്ങയോട് വിശ്വസ്തരായിട്ട് ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനത്തിലെ വിവിധ ഭാഗങ്ങൾ എടുത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഈ ഭാഗങ്ങൾ വീണ്ടും ഞങ്ങൾ ചിന്തിപ്പാനും ഗ്രഹിപ്പാനും കർത്താവെ കൂടുതൽ വചനത്തിൽ ഉറപ്പുള്ളവരായിട്ട് തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണേ. നിൻ്റെ ദാസനോടും കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. നിൻ്റെ ദാസനെയും ഞങ്ങൾ കർത്താവെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. കർത്താവ് എഴുതിയ പുസ്തകങ്ങൾക്കായിട്ടും സ്തോത്രം. അത് മുഖാന്തരവും അനേകർ സത്യം അറിവാനും കർത്താവെ ദുരുപദേശങ്ങളിൽ നിന്ന് കർത്താവെ വേറിട്ട് നിന്നെ യഥാർത്ഥത്തിൽ സേവിപ്പാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർക്കുന്നു. അങ്ങ് സഹായിക്കണം. വരുന്ന ആളുകളിൽ അനേകരുടെ അടുക്കൽ നിൻ്റെ സത്യവചനം എത്തിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ
കർത്താവെ, ഈ പ്രവർത്തനത്തെയും അങ്ങ് മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകട്ടെ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ.